നമസ്കാരം. നമ്മുടെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ബ്രെയിൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളാണ് കാലുകൾ. ഇതിൻ്റെ രണ്ടിൻ്റെ പ്രവർത്തനമായിട്ട് കാലുകൾക്ക് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അതുപോലെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ബ്രെയിൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഡിസോർഡറുകളും ആദ്യമായിട്ട് ലക്ഷണങ്ങൾ കാണിക്കുന്നത് കാലുകളിലാണ്. ലക്ഷണങ്ങൾ കാണിക്കുന്നത് മാത്രമല്ല ബാധിക്കുന്നതും കാലുകളെയാണ്. അതുപോലെ കാലുകളുടെ മസിൽസ്, നെർവ്സ്, ബ്ലഡ് വെസൽസ് എല്ലാം തന്നെ ബ്രെയിനിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ബ്രെയിനിൽ നിന്ന് വരുന്ന പല പ്രധാനപ്പെട്ട നെർവുകളും വന്ന് അവസാനിക്കുന്നത് കാൽപാദങ്ങളിലും കാൽ വിരലുകളിലുമാണ്. അതുപോലെ ഹാർട്ടിനെ അതിൻ്റെ പമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം സഹായിക്കുന്നത് കാലിലെ മസിൽസാണ്. ശരീരത്തിൻ്റെ ഡിഫൻസ് മെക്കാനിസം വീക്കാണെങ്കിൽ അത് കാലുകളിൽ വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ സ്ട്രോക്ക് പോലുള്ള എപ്പിലെപ്സി പോലുള്ള രോഗങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നത് കാലുകളെയാണ്. അതുപോലെ ഷുഗറും പ്രഷറും നോർമൽ അല്ലാത്തവരിൽ കാലുകളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ വ്യക്തമായിട്ട് കാണിക്കും. അതുപോലെ ആർത്രൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട ജോയിൻറ്റ് പെയിൻസ് ഏറ്റവും അധികം കാണിക്കുന്നത് കാലുകളിലാണ്. അതുപോലെ കാലിൽ വരുന്ന പെരുപ്പ്, മരവിപ്പ്, കഴപ്പ് ഒക്കെ തന്നെ പല രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടും വരും. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മസിൽ പിടുത്തം, അതുപോലെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കാലുകൾ, ഇതൊക്കെ തന്നെ ബ്രെയിനിൻ്റെ ചെറിയ ചെറിയ ഡിസോർഡറുകളെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഹാർട്ടിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കാലിലെ കാഫ് മസിൽസാണ്. പല രീതിയിൽ കൂടി അതിൻ്റെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, റിലാക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കാലിൻ്റെ മസിൽസിനെയൊക്കെ ശക്തിപ്പെടുത്താനായി, ബ്ലഡ് വെസൽസിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് ഒരു 7 ടൈപ്സ് എക്സർസൈസുകളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാലുകളിലെ മസിൽസാണ് അശുദ്ധ രക്തത്തെ മുകളിലേക്ക് പമ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. കാലിൻ്റെ മസിൽസിന് വ്യായാമം മാത്രം പോരാ, അതിന് റിലാക്സും വേണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽപാദത്തിൽ വന്ന് അവസാനിക്കുന്ന നെർവ് എൻഡിങ്സ്, അവിടെ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ അത് പോസിറ്റീവായിട്ട് ബാധിക്കും. ആദ്യമായി കാലുകൾ നിവർത്തി വെച്ച് വിരലുകൾ മാത്രം മടക്കുക നിവർക്കുകയും ചെയ്യാം. പ്രധാന നെർവ് എൻഡിങ്സ് പലതും വന്ന് അവസാനിക്കുന്നത് വിരലുകളിലാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15 പ്രാവശ്യം ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുമ്പം ഹാർഡായിട്ട് ചെയ്യാതെ ലൈറ്റായിട്ട് ചെയ്യുക. അടുത്തതായി പാദങ്ങൾ മുന്നോട്ടും പിറകോട്ടും ഒരുപോലെ സ്ട്രെച്ച് ചെയ്യുക. ഇതും അറ്റ് എ ടൈം 15 പ്രാവശ്യം ചെയ്യാം. അങ്ങനെ 3 റൗണ്ട് ചെയ്യണം. കാലുകളിൽ ഈ രീതിയിൽ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നെർവ് എൻഡിങ്സ് കൂടുതലായിട്ട് വരുന്നത് പാദങ്ങളിലും വിരലുകളിലുമാണ്. ഈ രീതി തന്നെ കാലുകൾ ഉയർത്തിപ്പിടിച്ച് ചെയ്യാം. പാദങ്ങളിൽ ചെയ്യുമ്പോൾ കാഫ് മസിൽസിന് നല്ല വ്യായാമം കിട്ടുന്നുണ്ട്. ഈ രീതി തറയിൽ കിടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ ചെയ്യാം. ഞാനിതിൽ കാണിക്കുന്ന എല്ലാ എക്സർസൈസും ആദ്യമായിട്ട് ചെയ്യുന്നവർ വളരെ ലൈറ്റായി ചെയ്യണം. അടുത്തതായി കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടതാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് സാഹചര്യത്തിലുള്ളവർക്കും ഈ ഒരു രീതി ചെയ്യാം. അധികം സ്ട്രെയിൻ എടുക്കാതെ നമ്മുടെ കാഫ് മസിൽസിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല എക്സർസൈസാണിത്. ഇത് അറ്റ് എ ടൈം 25 പ്രാവശ്യം ചെയ്യാം. അങ്ങനെ 3 റൗണ്ട് ചെയ്യണം. അടുത്തതായി കാലുകൾ നിവർത്തി വെച്ച് ഈ രീതി തന്നെ ചെയ്യാം. ഈ ഒരു വ്യായാമം പ്രഷർ കൂടുതലുള്ളവർക്ക് കുറയാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൽ കൂടി കാഫ് മസിൽസ് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്യുന്നുണ്ട്. അടുത്തതായി ശരീരത്തിൻ്റെ എല്ലാ മസിൽസും ഒരുപോലെ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സർസൈസാണ്. ഇവിടെ നമ്മൾ മുന്നോട്ട് കുനിയുന്ന അവസരത്തിൽ ശ്വാസം പുറത്തേക്ക് വിടണം. ഈ ഒരു വ്യായാമത്തിൽ തന്നെ ബെൻഡിങ് വരുന്നുണ്ട്, സ്ട്രെച്ചിങ് വരുന്നുണ്ട്, റിലാക്സേഷനും വരുന്നുണ്ട്. ഈ ഒരു വ്യായാമം ബ്ലഡ് സർക്കുലേഷനെ കറക്റ്റാക്കുന്നു, പ്രഷറിനെ നോർമലാക്കുന്നു. ഇത് തുടക്കത്തിൽ ഒരു 3 റൗണ്ട് മുതൽ 5 റൗണ്ട് വരെ ചെയ്യാം. ഇവിടെ 2 കാലുകളും മാറി മാറി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം. ആദ്യം ഏത് പൊസിഷനിലാണോ ഇരുന്നത് അവസാനം അതേ പൊസിഷനിൽ തന്നെ വരണം. അടുത്തതായി കാലുകളുടെ മസിൽസിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന വ്യായാമമാണ്. ഇത് കാലുകളിലെ പ്രധാന മസിൽസായ ക്വാഡ്രിസെപ്സിനെ, ഹാംസ്ട്രിങ്സിനെ, കാഫ് മസിൽസിനെയൊക്കെ തന്നെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു സ്ക്വാട്ട് എക്സർസൈസാണ്. അതുപോലെ ശരീരത്തിലെ അമിതമായ കലോറിയെ കത്തിച്ച് കളയാൻ നല്ലൊരു മാർഗ്ഗമാണ്. വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഡെയിലി ഇത് ചെയ്യാം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.